ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ടേണിംഗ് പോയിന്റിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹ സ്വാഗതം. യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ടേണിംഗ് പോയിന്റ്. അത് നമ്മളെ സഹായിക്കാനായിട്ട് എത്തിയിരിക്കുന്നവരൊന്ന് പരിചയപ്പെടാം. മെൽവിൻ പ്ലീസ്. എൻ്റെ പേര് മെൽവിൻ ജോർജ്. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. ഞാനൊരു കമ്പനിയിലെ പ്രോഗ്രാം മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ടിൻഡു സോണി. ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. ഞാനൊരു സ്കൂൾ കൗൺസിലറാണ്. ജീസസ് യൂത്തിൻ്റെ ടാസ്ക് ടീമിൻ്റെ എൽഡർ ഫാമിലിയാണ്. എൻ്റെ പേര് അജയ് ഡൊണാറ്റസ് പ്രേം. ഞാൻ വയനാട്ടുകാരനാണ്. കൽപ്പറ്റയിലാണ് വീട്. എൻ്റെ പേര് റിയ ജോയി. ഞാൻ വയനാട് മാനന്തവാടി സ്വദേശിനിയാണ്. ഞാൻ MSc ബോട്ടണി കംപ്ലീറ്റ് ചെയ്തിട്ട് നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവർ 4 പേരും യൂത്ത് മിനിസ്ട്രിയിൽ ഫുള്ളി ഇൻവോൾവ് ആയിരിക്കുന്ന 4 പേരാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ടേണിംഗ് പോയിന്റിൽ ഇവരുടെ പ്രത്യേക സാന്നിധ്യം നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾക്ക് കൂടുതൽ നല്ലതായിരിക്കും. നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്തതിൻ്റെ തുടർച്ചയായിട്ടാണ് മാസ്റ്റുർബേഷൻ എന്നൊരു സിന്ന് എങ്ങനെ നമ്മുടെ യുവാക്കളെ, യുവതലമുറയെ, അവരുടെ വിശുദ്ധിയെ തകർക്കുന്നു. നമ്മൾക്ക് ഒരിക്കൽ കൂടി യുവജനങ്ങളുടെ റെസ്പോൺസിലേക്ക്, ഒരു പാപം എങ്ങനെ നോക്കിക്കാണുന്നു, അവരെങ്ങനെ ഇതിനോട് റിയാക്ട് ചെയ്യുന്നു നമുക്ക് നോക്കിക്കാണാം. പക്ഷെ ഇത് ഒരാളുടെ സ്വകാര്യതയിലായിരിക്കണം എന്നുള്ളൂ. മറ്റൊരാളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാവില്ല. ഇപ്പം ഈ മാസ്റ്റർബേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം ബസ്സിലൊക്കെ ഞങ്ങളൊക്കെ കൂടുതലും ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. വീട് ഇവിടെ ഉള്ളവരല്ല. എനിക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സിന് വന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഒരാളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷെ മറ്റൊരാളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ചെയ്യരുത്. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ചിലവരത് ചിലപ്പോൾ ഒരു റിലാക്സേഷനായിട്ടോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. പക്ഷെ അത് എൻ്റെ അഭിപ്രായത്തിൽ അതിന് നോയാണ് ഉത്തരം പറയുന്നത്. ഇതിന് ഒരു പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. അപ്പം നമ്മൾ രണ്ടും അതിന് നോക്കണമല്ലോ. ഇപ്പോൾ തെറ്റാന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. എല്ലാം ഒരു പാർട്ട് ഓഫ് ലൈഫാണ് എല്ലാം. A lot of people generally say that masturbation is healthy. I generally don't have no opinion on this. I'm kind of neutral. A lot of people are saying masturbation leads to reduced chances of prostate cancer. But on another hand, kore pere semen retention adu support cheyyunnundu. No fab communities undu all over, and they're coming up with challenges to retain yourselves, to promote self discipline. And yes, that's what I have to say about it. ഈ വീഡിയോയിൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്കായത്, തുടർച്ചയായിട്ട് പലരും പറഞ്ഞൊരു വാക്കുണ്ട്, പേഴ്സണൽ ചോയ്സ്. ഈ ഒരു തെറ്റ് ചെയ്യുക, തെറ്റെന്നുള്ളത് പറയുന്നില്ല, ഇത് എൻ്റെ പേഴ്സണൽ ചോയ്സ്, വേറെ ആരെയും അഫക്റ്റ് ചെയ്യുന്നല്ലോ. പക്ഷേ കോൺട്രഡിക്റ്ററി ആയിട്ട് അവിടെ തന്നെ പറയുന്നുണ്ട്, ഒരാൾ മാസ്റ്റുർബേറ്റ് ചെയ്യുമ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോഴത്തേക്ക് അത് മറ്റുള്ളവരുടെ ലൈഫിന് പ്രശ്നം ഉണ്ടാക്കും എന്നവിടെ പറയുന്നുണ്ട്. ഇതൊരു ഭയങ്കര ഒരു ഡിബേറ്റബിൾ ഇഷ്യൂ ആണ്. മൈ ബോഡി മൈ ചോയ്സ് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന സബ്ജക്റ്റും കൂടിയാണ്. ഇത് എൻ്റെ ചോയ്സ് അല്ലേ, എൻ്റെ ഇഷ്ടമല്ല, ഇത് വേറെ ആരെ സ്പർശിക്കുന്നില്ലല്ലോ. എനിക്കൊരു ഇൻസ്റ്റൻറ്റ് വരുമ്പോൾ അത് ഞാൻ എന്താ പറയുക, ഒരു വേറെ ആൾ ബന്ധപ്പെടാൻ പോകാനോ അല്ലെങ്കിൽ വേശ്യാലത്തോ അങ്ങനെ എങ്ങും പോവാതെ ഞാൻ തന്നെ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ശ്രമം, അതാണല്ലോ ഒരു ഈസി എക്സിറ്റ്. അപ്പോൾ പേഴ്സണൽ ചോയ്സ് വേഴ്സസ് ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സമൂഹം അല്ലെങ്കിൽ ലോകത്തെ ഇതെങ്ങനെ ബാധിക്കുന്നതിനെ പറ്റി നമുക്ക് ഈ മാസ്റ്റുർബേഷൻ സിന്നിൻ്റെ ബേസിൽ സംസാരിച്ചു തുടങ്ങാം. പേഴ്സണൽ ചോയ്സ് എന്ന് പറയുന്നത് അത് നമുക്കൊരിക്കലും സമൂഹമായിട്ട് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഞാനിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നു, അച്ഛനോട് നിന്ന് സംസാരിക്കുന്നു, ഇവിടെ ഇത്രയും പേരിയ്ക്കുന്നു, ഇവിടെ ക്രൂ ഉണ്ട്, ഈ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകരുണ്ട്. ഇവരെല്ലാം ഇവിടെ ആയിരിക്കുന്നതിന് കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പേരൻസ് ചെയ്ത ഒരു പ്രൈവറ്റ് ആക്ട് കാരണമാണ്. അപ്പം അവർ ചെയ്ത പ്രൈവറ്റ് ആക്ടിന് ഒരു പബ്ലിക് കോൺസിക്വൻസസ് ഉണ്ട്. അത് ഞാനെന്ന വ്യക്തി രൂപപ്പെട്ടത് എൻ്റെ അപ്പനും അമ്മയും സെക്ഷൽ ബന്ധത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് മാത്രം ഉണ്ടായ, അതുകൊണ്ടാണ് ഇത്രയും പേര് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പേഴ്സണൽ ചോയ്സ് അല്ലെങ്കിൽ പ്രൈവസി എന്ന് പറയുന്ന കാര്യം ഒരിക്കലും മറ്റുള്ളവരെ ആരെയും ബാധിക്കുന്നില്ല എന്ന് പറയുന്നത് അതൊരു തെറ്റായ ഒരു ഐഡിയ ആണ്. നമ്മൾ ശരിക്കും അത് നമ്മുടെ ചെറിയ പ്രൈവറ്റ് ആയിട്ടുള്ള ചെറിയ കാര്യത്തിന് അതിന് കോൺസിക്വൻസസ്. എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ന്യൂട്ടൺസ് തേർഡ് ലോ പണ്ട് സ്കൂളിൽ പഠിച്ചത് ആകെ ഓർമ്മകൾ അതൊക്കെ ഉള്ളൂ. കറക്റ്റാണ്, എല്ലാ പ്രവൃത്തിക്കും കൃത്യമായ അതിൻ്റെ റിയാക്ഷൻസ്. അത് സിൻസ് വി ആർ എന്താ പറയുക, നമ്മളൊരു ഹ്യൂമൻ ബീയിങ്, ഒരു എന്താ പറയുക, നമ്മളൊരു സമൂഹജീവി ആയതുകൊണ്ട് തന്നെ എൻ്റെ ഈവൻ ഒരു സിംഗിൾ ആക്ടിന് പോലും ഒരു കൃത്യമായിട്ട് പ്രതികരണം ഉണ്ടായിരിക്കും. ഈ മാസ്റ്റുർബേഷൻ എൻ്റെ മാത്രം അഫെയർ ആണ്, എൻ്റെ ശരീരത്തെ മാത്രം ഞാൻ ഇൻസ്ട്രുമെൻ്റ് ആക്കുന്നു എന്ന് പറഞ്ഞിട്ടാണല്ലോ അവരെല്ലാവരും തിയറി മേക്ക് ചെയ്യുന്നത്.
പക്ഷേ ഈ മാസ്റ്റുബേഷൻ യൂഷ്വലി ഒരാൾ മാസ്റ്റുബേറ്റ് ചെയ്യുമ്പോൾ ഒരു തേർഡ് പാർട്ടിയെ ഒന്നുകിൽ സ്വപ്നത്തിൽ കാണുന്നു, അപ്പം തന്നെ ഈശോ പറഞ്ഞ ഞാൻ മനസ്സിൽ ഒരാൾ വ്യഭിചരിച്ചു എന്നൊരു സാധനം ആക്റ്റീവ് ആവുന്നു. 2 മോസ്റ്റ്ലി ഒരു പോൺ വീഡിയോ കണ്ടിട്ടൊക്കെ ആയിരിക്കും ഈ മാസ്റ്റുബേഷൻ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പോൺ ഇൻഡസ്ട്രിയെ ഇൻഡയറക്ട്ലി തന്നെ പ്രൊമോട്ട് ചെയ്യുന്നു. വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രൈമിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്. അതുപോലെ തന്നെ നമുക്കൊരു ഒരു ഒബ്ജക്ടിഫിക്കേഷൻ അതിനകത്ത് നടക്കുന്നു. എക്സാക്ട്ലി. ശരിക്കും നമ്മൾ എല്ലാത്തിനെയും ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കാണാനായിട്ട്, ഇപ്പം ഫോണിൽ കാണുന്ന ആളെ ആണേലും അല്ലെങ്കിൽ അതിൽ കാണുന്ന ആക്ട് ചിലർ ഭാവന കണ്ട് ചെയ്യുന്ന പോലത്തെ, ഇപ്പം നമ്മുടെ തോട്ട് പ്രോസസ്സിൽ ഉണ്ടാവുന്ന പ്രശ്നം ഇത് പേഴ്സണലിയും ഓരോരുത്തരുടെയും യുണീക്ക് ആയിട്ടുള്ള സ്റ്റോറീസ് ആയിരിക്കും, പക്ഷെ പേഴ്സണലിയും ബാധിക്കുന്നുണ്ട് അല്ലാതെയും ബാധിക്കുന്നുണ്ട്. ഇപ്പം നമുക്കുണ്ടായ ഒരു മുറിവ് നമ്മൾ മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അതൊരു നല്ലൊരു ഇന്റർവെൻഷൻ വന്നില്ലെങ്കിൽ നമ്മളിൽ നിന്ന് അത് സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ പേഴ്സണലി പറയുവാണെങ്കിൽ ചിലരൊക്കെ ആൻസൈറ്റിയിലേക്കും ഡിപ്രഷനിലേക്കും, അല്ലെങ്കിൽ ചിലർക്ക് കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നു, ഭയങ്കരമായിട്ട് മൂഡ് വയലേറ്റ് ആവുന്നു. അപ്പോൾ സ്ട്രെസ് വരുന്ന സമയത്ത് കൂടുതൽ സ്ട്രെസ് മാറാൻ വേണ്ടിയിട്ട് വീണ്ടും വീഡിയോ കാണുന്നു. ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ മറ്റുള്ളവനെ പറഞ്ഞപ്പോ ഒരു വചനം ഞാൻ ഓർക്കുമായിരുന്നു. പഴയ നിയമത്തിൽ പറയുന്നില്ല, നീ എനിക്ക് വിലപ്പെട്ടവനും അമൂല്യനും ബഹുമാനും ദൈവം എൻഡേറ്റ് ചെയ്ത ഒരാളെയാണ് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു സെക്ഷൽ പ്രഷറുള്ള ഒബ്ജക്റ്റ് മാത്രമായിട്ട് ഡൗൺഗ്രേഡ് ചെയ്യുന്നു, അതിനെ ഡീഹ്യൂമനൈസ് ചെയ്ത് കളയുന്നു. മറ്റുള്ളവരെ നോക്കി കാണാൻ പോലുമുള്ള അവസ്ഥയെ ഇതിനകത്തുനിന്ന് മാറ്റുമെങ്കിൽ, ഇനി എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ, എനിക്ക് സന്തോഷം ഉണ്ടായാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കാണുമ്പോൾ നേരെ മാസ്റ്റർബേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അത്രേ ഉള്ളോ എന്നുള്ള ഒരു ചെറിയ ഒബ്ജക്റ്റോ ഇത് കാണുമ്പോൾ നമ്മൾ അത്രേ ഉള്ളോ, നമുക്ക് അതേ പറ്റുന്നുള്ളോ, അത് നമ്മുടെ വിൽ പവർ, എന്റെ വിൽ പവർ വളരെ ലോ ആണെന്നാണ് ഇത് കൃത്യമായിട്ട് എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് നമുക്ക് യാതൊരു കോൺസിക്വൻസ് ഉണ്ടാവുന്നില്ല, ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല എന്ന് പറയുന്ന വാർത്തയോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, അബോർഷൻ എടുക്കാം. അബോർഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയുന്നത് അതൊരു സ്ത്രീയുടെ പേഴ്സണൽ ആയിട്ടുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ചോയ്സ് എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ നമുക്കറിയാം മറ്റൊരു വ്യക്തിയുടെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇററിപ്പീറ്റബിൾ ആയിട്ടുള്ള ഇറീപ്ലേസബിൾ ആയിട്ടുള്ള വ്യക്തിയുടെ ഒരു വ്യക്തി അല്ല മിസ്റ്റർ, അതിനകത്ത് 3 വ്യക്തികളുണ്ട്. ഒന്ന് അപ്പനുണ്ട്, അതായത് അപ്പന് ഫുള്ളി അപ്പനുള്ളത് കൊണ്ടാണല്ലോ അവിടെ കുഞ്ഞുണ്ടാവപ്പെട്ടത്. 2 ഉണ്ടായ കുഞ്ഞിനെ ടു ദ മൊമെന്റ് ഓഫ് കൺസെപ്ഷൻ ഓൺവേർഡ്സ് ഒരു പേഴ്സണൽ ചോയ്സ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ സാധനം എക്സിസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ സംശയമാണ്. വളരെ എന്താ പറയാ ഒരു സ്ലിപ്പറി സ്റ്റേറ്റ്മെന്റ് ആണ് ഈ പേഴ്സണൽ ചോയ്സ് പറയുന്നത്. സയൻസ് ഒരു കാര്യം പറയുന്നുണ്ട്, ഇത് നല്ലതാണെന്ന് പറയുന്നു. പക്ഷെ സയൻസ് ഒരു കാര്യം നല്ലതാണ്, അല്ലെങ്കിൽ സയൻസിന് ഒരിക്കലും ഒരു വസ്തുവിന്റെ മൊറാലിറ്റി ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സയൻസ് കനോട്ട് ഡിക്റ്റേറ്റ് മൊറാലിറ്റി. ഇപ്പോൾ ഇതിന് ഇങ്ങനെ ഗുണങ്ങളുണ്ടെന്ന് പറയുന്നത് കൊണ്ട് ഒരിക്കലും അതൊരു മോറലി നല്ല വസ്തുവാൻ നിർബന്ധമില്ല. അണുവായുധം ഉണ്ടാക്കുന്ന സയൻസ് ആണ്, മാറ്റർ അല്ല. അതൊരു ടൂള് തന്നു. അപ്പൊ നമ്മൾ എങ്ങനെ അത് ഉപയോഗിക്കുന്നുള്ളത് അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എത്തിക്സ് ഓഫ് ദ പേഴ്സൺ ഹു ഈസ് യൂസിങ് ദ ടൂൾ എന്ന് പറഞ്ഞ പോലെ. ഇപ്പൊ മാസ്റ്റർബേഷന്റെ കേസ് വരുമ്പോഴും ഇപ്പൊ നമ്മൾ കേട്ട പോലെ വീഡിയോയിൽ കേട്ട പോലെ ഒരുപാട് പേര് ക്യാൻസറിന് കുറയ്ക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ചാൻസ് കുറയ്ക്കുന്നു പറയുന്നു, അല്ലെങ്കിൽ സ്ട്രെസ് റിലീഫ് ഉണ്ടാവുമെന്ന് പറയുന്നു. അതൊക്കെ സയൻസ് പറയുന്നുണ്ടെങ്കിലും മോറൽ സൈഡ്, നമ്മുടെ ഒരു സൈക്കോളജിക്കൽ ഡീഗ്രഡേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഹാബിറ്റ്സിന്റെ ഫോർമേഷൻ, നമ്മളുടെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഫോർമേഷൻ, ഇതിനെല്ലാം അത് ബാധിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ആരൊന്നും പറയുന്നില്ല. പറ്റിയുള്ള നല്ല സ്റ്റഡികളുണ്ട്, ഇതൊന്നും പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് ഫണ്ടഡ് സ്റ്റഡീസ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇതുപോലത്തെ കാര്യങ്ങൾ ട്രൂത്തും പിന്നെ ഇതുകൊണ്ട് വേറെ ഇൻട്രസ്റ്റ് വളരുന്നില്ലല്ലോ. തീർച്ചയായിട്ടും മാസ്റ്റർബേഷൻ കൊണ്ട് വളരുന്ന ഹ്യൂജ് ഇൻഡസ്ട്രി ഉണ്ടല്ലോ, ഇൻക്ലൂഡിങ് സെക്സ് ടോയ്സ് പോലെയുള്ള ഹ്യൂജ് ഇൻഡസ്ട്രികൾ വരുന്നതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള സ്റ്റഡികൾ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. അതായത് മാസ്റ്റർബേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന സ്റ്റഡികൾ. ഇതിപ്പോ നമ്മള് തന്നെ സ്വകാര്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ലേ എന്ന് പറഞ്ഞാലും ഈ സ്വകാര്യമായി ചെയ്യുന്ന വ്യക്തിക്ക് പിന്നീട് രൂപപ്പെടുന്ന അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ കൺസെപ്റ്റ്സ്, തോട്ട്സ്, അവർ പറയുന്ന കാര്യങ്ങൾ, അവർ മറ്റുള്ളവരെ നോക്കിക്കാണുന്നത്, ഇതെല്ലാം ശരിക്കും പിന്നെ പൊതുസമൂഹത്തെ ബാധിക്കും. അതുപോലെ തന്നെ അച്ഛാ, ടിഒബി പറയുന്ന അനുസരിച്ചിട്ടാണെങ്കിൽ നമ്മുടെ ശരീരം നമ്മുടെ എന്ന് പറഞ്ഞിട്ടാണല്ലോ എല്ലാവരും ഈ കാര്യത്തിലോട്ട് പോകുന്നത്. നമ്മൾ ഒരു പേഴ്സൺ ആണ്, പക്ഷെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മൾ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഉത്തരവാദിത്വം പറയുന്നത് നമ്മൾ മാത്രമല്ല, ദൈവം കൂടിയാണ്. അപ്പൊ നമ്മുടെ ശരീരം എത്രത്തോളം ദൈവത്തോട് റിലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ദൈവം എത്ര പെർഫെക്റ്റ് ആകണം നമ്മൾ ആഗ്രഹിക്കുന്നോ അത്രയും വിശുദ്ധിയിൽ ജീവിക്കേണ്ട നമ്മളാണ്. അപ്പോൾ നമ്മുടെ ചോയ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യം ഉന്നയിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ നമ്മളുടെ ഇതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിരുന്നു ഉറപ്പായിട്ടും. പേഴ്സണൽ ചോയ്സ് വേഴ്സസ് റിയാലിറ്റി, പ്രത്യേകിച്ച് മോറൽ സൈഡ് പറയുന്നത്, വിശുദ്ധിയൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. നമുക്കിതിന് ഈ മാസ്റ്റുബേഷൻ എന്നൊരു സിന്നിൽ നിന്ന് നമുക്ക് എങ്ങനെ കം ഔട്ട് ചെയ്യാം, റെമഡീസ് എങ്ങനെ നമുക്കിത്, എനിക്കൊന്ന് ഫസ്റ്റ് പോയിന്റ് എപ്പോഴും പ്രോപ്പർ സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ, ഈവൻ എനിക്ക് തോന്നുന്നു സ്കൂളിൽ മാത്രമല്ല, സ്കൂളിലാണേലും ഓൺ ദ അതർ സൈഡ് നമുക്കിവിടെ തെറ്റുപറ്റിപ്പോയി ഇതിനെപ്പോഴും ആലോചിക്കാറുണ്ട്. നമ്മളിതെല്ലാം പാപം, ഇതുപോലത്തെ ഈ സൈക്കിൾ മാത്രം എല്ലാം ഡൂം ടു ഡെഡ്, അല്ലെങ്കിൽ ഈ നരകത്തിൽ പോകുന്ന സാധനങ്ങളെന്ന് മാത്രമായിട്ട് ഭയങ്കര ഭീകരമായിട്ട് സൈഡിൽ നമ്മൾ പഠിപ്പിച്ചു. എന്നാൽ ഇതിൻ്റെ റിയൽ സൈഡും ഇതിൻ്റെ ബ്യൂട്ടിയും
ഈ സെക്ഷുവാലിറ്റിയുടെ ഒരു മഹത്വം ഒന്നും പഠിപ്പിക്കാനായിട്ട് എക്സ്ട്രീംലി നമ്മൾ പറയാം. ഇവൻ നമ്മുടെ സൺഡേ സ്കൂൾ സിസ്റ്റത്തിൽ പോലും ഇത് ടെക്സ്റ്റ് ബുക്കിൽ പോലും ഇതൊക്കെ ശരിക്കൊരു 7, 8, 9 ക്ലാസ്സുകളിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ശരീരത്തിൻ്റെ ഒരു നല്ല ഫിസിയോളജിയും സൈക്കോളജിയും അത് ഒരു സ്പിരിച്വാലിറ്റിയുടെ കളറിങ് കൊടുത്തുകൊണ്ട് ഒരു കവർ കൊടുത്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് പഠിക്കണ്ട. ഒരു വർഷം മുഴുവൻ പഠിപ്പിച്ചാലും തെറ്റില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്കൊന്ന് ഫസ്റ്റ് സാധനം ഐ തിങ്ക് ടീച്ചറും കൂടിയാണല്ലോ സ്കൂളിൽ വർക്ക് ചെയ്യുന്നത്. ഈ പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും ഈ സെക്സ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ വയറ്റിൽ എന്തോ ഒരു വേദന വരുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേറെ എന്തോ സാധനം റിലേറ്റ് ചെയ്യുന്നത്. ശരിക്കും ഒരാളിങ്ങനെ സംസാരിക്കാൻ പറഞ്ഞത് സെക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ മനസ്സിൽ വരുന്ന പിക്ചർ എന്താണ്? ശരിക്കും എല്ലാവർക്കും വളരെ വ്യത്യസ്തമായിട്ടുള്ള തോട്ടുകളാണ്. ഫ്രം ദ വെരി ബിഗിനിങ് ഓൺവേർഡ്സ്, അതായത് നമ്മളിപ്പോൾ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നൊക്കെ പറയുന്ന ഇതിലാണെങ്കിൽ പോലും വെരി ബിഗിനിങ് ഓൺവേർഡ്സ് നമ്മൾ കുഞ്ഞുങ്ങളെ ആണെങ്കിലും അവരെ കുളിപ്പിക്കുമ്പോഴും അല്ലെ അവരോട് അല്ലാത്ത സമയങ്ങളിലും ഒക്കെ ഈ ശരീരത്തിന്റെ ബ്യൂട്ടിയെ പറ്റിയും അതിനെ ദൈവത്തിന് നന്ദി പറയാനും അങ്ങനെ ഗ്രാജുവലി മുന്നോട്ട് പോകുമ്പോൾ ഇപ്പം പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും എല്ലാവർക്കും ഇപ്പം വിവാഹം കഴിക്കുന്നവർക്ക് പോലും ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ അവയവങ്ങളുടെ പേരെന്താണെന്നോ ഇത് എങ്ങനെ ഇത് സംഭവിക്കുന്നെന്നോ വജൈന എന്തെന്നോ യൂട്രസ് എന്തെന്നോ സീരിയസ്ലി ആർക്കും മാറ്റമില്ല. ഫൺ പാർട്ട് പറയാം. ഞങ്ങളുടെ കോളേജിന്റെ ചാറ്റ് ഗ്രൂപ്പിൽ വന്ന എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു ചാറ്റ് ഗ്രൂപ്പിൽ വന്ന രസം. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അവൻ ഓൾറെഡി കല്യാണമൊക്കെ കഴിഞ്ഞു, 2 ആൺപിള്ളേരാണ്. അവർ വളർന്നു തുടങ്ങി. അവരിപ്പോൾ നഴ്സറി 1ാം ക്ലാസ് 2ാം ക്ലാസ് ഒക്കെ എത്തി. അപ്പോൾ അവനിപ്പോൾ ഈ ഓർഗൻസ് ഒക്കെ അവരെ പഠിപ്പിക്കണം. അപ്പോൾ അവൻ ഓപ്പൺ ചാറ്റ് ഇട്ടേക്കുവാണ്. ഞാൻ ഈ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ഐ ഡോണ്ട് ലൈക്ക് ടു സേ ഹിയർ, അതൊന്നും നമ്മൾ ഈ ആണിൻ്റെ സെക്ഷൽ ഓർഗന് നല്ലൊരു പദം മലയാളത്തിൽ ഇല്ല. നമ്മൾ ഓരോ സ്ഥലത്തും അതിന് പറ്റാവുന്ന രീതിയിൽ ചിക്കിളിപ്പെടുത്തുന്ന വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പെണ്ണിൻ്റെ അതുപോലെ തന്നെ ഭയങ്കര പെണ്ണുങ്ങളോട് ഇച്ചിരി ബോറായിട്ട് പറഞ്ഞോണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന വാക്ക് പോലും ഇല്ല. ജനനേന്ദ്രിയ വന്ന് കോമൺ ടൈം പറയാം. അതിനകത്ത് പാരന്റ്സ് ഇപ്പൊ അങ്ങനെ പറയുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എഡ്യൂക്കേഷൻ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ഇവര് എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടുന്നത് പലതരത്തിലാണ്. റോങ് സ്പേസിൽ സ്പേസിലേക്ക് പോകും. എനിക്ക് അതിനകത്ത് ആഡ് ചെയ്യാനുള്ള സാധനം അത് ഞങ്ങളുടെ ആൺകുട്ടികളുടെ ഒരു വിഷമം കൂടിയാണ്. പെൺകുട്ടികൾക്ക് പിന്നെയും എന്തൊക്കെയോ പെൺകുട്ടികൾക്ക് നഷ്ടപ്പെടാൻ ഈ സെക്ഷുവാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് പെൺകുട്ടികൾക്ക് അവരുടെ കന്യാത്ത ഉൾപ്പെടെ നഷ്ടപ്പെടാനുള്ള സാധനങ്ങൾ ഒരു ധാരണ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവർക്ക് കുറച്ചുകൂടി എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. അമ്മമാരാണെ പോലും ടീച്ചേഴ്സ് ഒക്കെ പേഴ്സണലി ഞങ്ങൾക്കൊന്നും തരാനില്ല. സീറോ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് പുറത്തു വരും. നമ്മൾ ആൺകുട്ടികളോടും ഈ പറയുന്ന പോലെ അവർക്കും ഈ പറഞ്ഞ ഈ ആക്ടിനെ കുറിച്ച് ഉള്ള സംഭവമാണ് കൂടുതലും കയറുന്നത് കൊണ്ടും അല്ലെ വിഷ്വലാ കൂടുതലും കയറുന്നതുകൊണ്ടും അതിനപ്പുറം ഈ ഇമോഷണൽ അറ്റാച്ച്മെന്റ് എങ്ങനെയാണ്, ഇന്റിമസി എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് സ്ത്രീകളിൽ ഇത് റിലേറ്റ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ആരും ഈ ആൺകുട്ടികളോട് ഒരിക്കലും പറയാറില്ല. പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന എഡ്യൂക്കേഷൻ എന്താണെന്ന് വെച്ചാൽ അവർക്ക് മെൻസ്ട്രേഷന്റെ പീരീഡ് വരുമ്പോൾ അതിനെപ്പറ്റി പറയും. പിന്നെ ഇനി നോക്കുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ നീ സൂക്ഷിക്കണം, ഇനി അങ്ങനെ ഇല വന്ന് മുള്ള വീണാലും മുള്ളു വന്ന് ഇല വീണാലും 2 പ്രശ്നം എന്നൊക്കെ പറയുന്ന തമാശയുണ്ട്. ഇലയൊക്കെ സ്ട്രോങ് ആയി സാർ. അപ്പോൾ ഇത് പറഞ്ഞു വെച്ചിത്രേ ഉള്ളൂ. പ്ലീസ് ഡിയർ പേരൻസ്, എസ്പെഷ്യലി നിങ്ങൾ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന അധ്യാപകരെ, നിങ്ങൾ ഇച്ചിരി പെയിൻ എടുത്ത് തന്നെ നിങ്ങൾ ലെസൺ പ്രിപ്പയർ ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് അറ്റ് ദ ഏർലി സ്റ്റേജ് ഇത് പള്ളിയിലൊക്കെ ഉറപ്പായിട്ട് നമ്മൾ ഇനീഷ്യേറ്റീവ് നമുക്ക് ഇത്ര ബ്യൂട്ടിഫുൾ സിസ്റ്റവും ഇത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് സ്ട്രക്ചറും ഉണ്ടായിട്ട് വി ഫെയിൽ. അത് നമ്മൾ ഓപ്പൺലി കൺഫസ് ചെയ്യാണ്, വി ഫെയിൽഡ്. ഈ പറഞ്ഞ പേരൻസും ഈ പറഞ്ഞ എൽഡേഴ്സ്, സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, സോക്കോൾഡ് ഈ പറഞ്ഞ ആൾക്കാരെല്ലാം അവർക്ക് ഇതിനെപ്പറ്റി ഒരു ഹീലിംഗ് കിട്ടിയിട്ടുണ്ടെന്നുള്ള ഒരു വലിയ ഇമ്പോർട്ടന്റ് കാര്യമാണ്. കാരണം അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നത് ഓപ്പൺനെസ് ഇല്ല. അതായത് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അവരുടെ മുഖവും അവരുടെ ബോഡി ലാംഗ്വേജും ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് പറയുന്നു. ഏതാണ്ട് ഇച്ചിരി കാര്യമായിട്ടുള്ള ലെവലിൽ എങ്ങനെ അത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും? അപ്പം നമുക്ക് പേഴ്സണലി അതിനകത്തുനിന്ന് ഹീലിംഗ് വേണമെങ്കിൽ അത് സ്വീകരിച്ചതിന് ശേഷം വളരെ ഫ്രീ ആയിട്ട്, പിന്നെ നോൺ ജഡ്ജ്മെന്റൽ അല്ലാതെ, പിന്നെ ഏതാണ്ട് ഒരു പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ ഭയങ്കര വൃത്തികെട്ട കാര്യമായിട്ടും വളരെ വലിയ പാപമായിട്ടും ഒക്കെ ചോദ്യം അതിന് മേളിൽ വന്നാൽ ഡിസ്റ്റർബ്ഡ് ആയി പോകും. ഇത് കേൾക്കുമ്പോൾ വളരെ കാംനെസ് ഉണ്ട്, ഇതൊരു ജോയ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്, വളരെ സൂതനിങ് ആയിട്ടുള്ളതാണെന്ന് ഒരിക്കലും നമ്മൾ ആരും കൊടുക്കുന്നില്ല. മോശം അപ്പിടി കട്ടലിടേണ്ട സാധനം നമുക്ക് ചേച്ചി പറഞ്ഞതിലേക്ക് നമുക്ക് രണ്ടാമത്തെ ഇത് ഫസ്റ്റ് റെമഡി ഇത് തന്നെ ഉള്ളൂ കേട്ടോ. പ്രോപ്പർ സെക്ഷൽ എഡ്യൂക്കേഷൻ അത് കൃത്യമായിട്ട് അവരുടെ ജെൻഡർ അനുസരിച്ച്, വളർച്ച അനുസരിച്ച്, ദൈവവിളി അനുസരിച്ച് കൃത്യമായിട്ട് ഒരു സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. രണ്ടാമത്തെ കാര്യം ചേച്ചി പറഞ്ഞത് ഹീലിംഗ് പാർട്ട്. ഈ ഇതുപോലത്തെ അഡിക്ഷൻസ് അല്ല, മാസ്റ്റുർബേഷനോ പോണോഗ്രഫി എന്തുവാണേലും അതിന് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്. നമ്മൾ ഒരു 90 എത്തി അല്ലെങ്കിൽ 80 എത്തിയ കൗൺസിലിംഗ് കേസുകളൊക്കെ പറയാറുണ്ട്, 80 എത്തിയവരും സ്റ്റിൽ ദർ അഡിക്റ്റഡ് ടു മാസ്റ്റുർബേഷൻ. പക്ഷേ ഇത് പ്രശ്നം എന്താ, അത് 5-ാം വയസ്സിനോ 6-ാം വയസ്സിൽ സംഭവിച്ചൊരു മുറിവ് ഉണങ്ങപ്പെടാതെ കൊണ്ടാണ്. ഇറ്റ്സ് ഒറിജിനൽ വൂണ്ടെന്നോ അല്ലെങ്കിൽ ഹീലി റിനർച്ചൽ നമ്മൾ ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട്, അവൈലബിൾ ആണ്, ഓൺലൈനും ഓഫ്ലൈനും പ്രോഗ്രാംസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതാണ് നമ്മുടെ അടുത്തൊരു ടോക്കിംഗ് പോയിന്റ് ആക്കേണ്ടത്. ഈ ഗോ ബാക്ക് ടു യുവർ ഒറിജിനൽ വൂണ്ട്. ലോൺലിനെസ് ഒരു വലിയ ഫാക്ടറാണ്. ഇന്ന് കുടുംബങ്ങൾ നേരിടുന്ന ഒറ്റപ്പെടലുകളും അതിൽ നിന്നുണ്ടാവുന്ന മുറിവുകളും കിട്ടാതെ പോകുന്ന സ്നേഹം, അംഗീകരിക്കപ്പെടാതെ പോകുന്ന ഇന്റിമസി, അതെല്ലാം ഇങ്ങനെ വെർച്വൽ വേൾഡിൽ എൻജോയ് ചെയ്യാനുള്ള ഒരു
ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഒരു നല്ലൊരു ശതമാനം ആൾക്കാർ അബ്യൂസ്ഡ് ആണ്. നമ്മൾ പബ്ലിക്കലി പറയാൻ പേടിയാന്നുള്ളത്. 200 വർഷങ്ങൾക്ക് മുമ്പ് ചാവറപ്പിതാവ് പറഞ്ഞ ഒരു ക്ലാസിക്കൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഞാനതിപ്പോഴും അത്ഭുതപ്പെട്ടു. 200 വർഷം മുമ്പ് ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചിട്ട്. ചാവറപ്പിതാവ് പറയുകയാണ്, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്വന്തക്കാരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവർ മാലാഖമാരും അവിടുന്ന് തിരിച്ചു വരുമ്പോൾ അവർ സാത്താൻ്റെ സന്താനങ്ങളുമായിട്ടാണ് തിരിച്ചു വരുന്നത്. ലിറ്ററലി അബൌട്ട് ചൈൽഡ് അബ്യൂസ്. ഈ സെക്ഷൽ അബ്യൂസിനെ പറ്റിയത് അതൊരു നമുക്ക് അൺഇമാജിനബിൾ വേയിൽ ഇത് എന്നാ 7 out of 10 എന്നൊക്കെ പറഞ്ഞ സ്റ്റഡീസ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട്. അത്രയും ഭീകരമാവുന്ന സ്റ്റാറ്റ് ഉണ്ട് ഇതിന് പുറകിൽ. കറക്റ്റായിട്ട് ഈ കസിൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അത് ഒരുപാട് പേര് കൗൺസിലിങ്ങിലൊക്കെ സംസാരിക്കുന്ന ഒരു കാര്യമാണ്. ഈ കസിൻസിൻ്റെ വീട്ടിൽ ഇപ്പോൾ എന്തെങ്കിലും പാരൻസിന് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും, പാരൻസ് ഒരു സേഫ്റ്റിക്ക് വേണ്ടി ചിലപ്പോൾ അങ്ങനെ വിടുന്നതായിരിക്കാം, അവിടെ ഉള്ളവർക്കും അതിനെപ്പറ്റി അറിവില്ലായിരിക്കാം. പക്ഷേ നമ്മളൊരു ഒരു 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 വാച്ച്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം ഇവരുടെ മേൽ എന്തായാലും ഉണ്ടാവേണ്ടതാണ്. ഇനി വേറൊരു വലിയ പ്രശ്നം, ഇങ്ങനത്തെ കാര്യങ്ങൾ വീട്ടിലുണ്ടായിട്ട് ഈ പാരൻസിനോട് വന്ന് പറയുമ്പം അതിന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥ എടുക്കാത്തത്, അത് ഒരുപാട് പേർക്ക് ഒരു വലിയ ഗുരുവാണ്. കാരണം ഇത് അതായത് പേടി കൊണ്ട് പറയാൻ പറ്റാത്ത ഒന്ന് പറഞ്ഞാൽ പോലും അതിനെ അവർ അംഗീകരിക്കുന്നത്. കാരണം അങ്ങനെയൊന്നും സംഭവിച്ചു കാണത്തില്ല. നിങ്ങളുടെ കുട്ടി അങ്ങനെ പറയുമ്പം അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ പാരൻസിനാണ്. അപ്പൊ ഈ ഇങ്ങനത്തെ ഒറിജിനൽ വൂണ്ടിൽ നിന്ന് ഇത് വളർന്ന് ഒരുപക്ഷെ അവൻ അന്ന് പേടിച്ചതായിരിക്കാം, പിന്നെ ടീനേജിൽ എത്തുമ്പോൾ വളരുകയാണ്. പിന്നെ അവൻ ഇതിനകത്തുനിന്ന് ഉറപ്പായിട്ടും വേറൊരു സംഭവത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അത് വളർന്ന് പിന്നെ അവൻ വലിയൊരു അഡിക്റ്റ് ആയിട്ട് മാറും. എനിക്ക് തോന്നുന്നു ഇത് ചേച്ചി പറഞ്ഞ കാര്യം പേരൻസ് എസ്പെഷ്യലി ഇപ്പോൾ ഏത് പ്രായത്തിലെത്തിയവരാണെപ്പോഴും തിരിച്ചൊന്ന് പോകുന്ന സാധനം. നമ്മളിങ്ങനെ ഈ ഇതുപോലത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ, കുഞ്ഞ് ഒന്ന് അബ്യൂസ് ചെയ്യപ്പെടുന്ന മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് സംസാരിക്കുകയും അത് അബ്യൂസൊക്കെ ചെയ്തിട്ട് ഉറപ്പായിട്ടും ഒരു കൗൺസിലിംഗ് സെഷനിലേക്ക് മൂവിയൊക്കെ ചെയ്യാൻ അത്യാവശ്യമുണ്ട്. അത് നമ്മളൊരു നാണക്കേട് വിചാരിച്ചും അല്ലെങ്കിൽ ബന്ധുജനങ്ങളെ വീണ്ടും അക്യൂസ്ഡ് ആവുന്ന വിചാരിച്ചിട്ടുകൊണ്ടും നമ്മുടെ കുഞ്ഞിൻ്റെ വലിയ ലോകമാണ് അതവിടെ കട്ട് ചെയ്ത് കളയുന്നത്, നശിപ്പിച്ച് കളയുന്നത്. അത് വളരെ ഇങ്ങനെ പേരൻസൊക്കെ വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് കൃത്യമായിട്ട് കൗൺസിലിംഗ് സെഷനിലൂടെ കടത്തിവിടേണ്ട അത്യാവശ്യ കാര്യം കൂടെയാണ്. പിന്നെ ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് ഇങ്ങനെ അബ്യൂസ് ഉണ്ടായിട്ട് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എല്ലാവരും അകത്ത് പോകുന്ന അവസ്ഥ കൂടെയാണ്. നമ്മുടെ സങ്കടം അതാണ്. അതായത് ഒരു രാജ്യത്തിന്റെ നിയമം പോലും മനസ്സിലാക്കി ഇത് ഇത്രയും ഭീകരമായ അവസ്ഥയാണ്, എന്നിട്ട് നമ്മളൊരു ഇത്രയും എലവേറ്റഡ് ആയ ഒരു സമൂഹം ഇതിനു വേണ്ടി ഇപ്പോഴും ഒരു കുഞ്ഞ് ഹീലാക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് സങ്കടം. അച്ഛൻ ഈ ഒറിജിനൽ വോണ്ടിൽ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ശരിക്കും നമുക്ക് എടുക്കാൻ പറ്റുന്നത്, നമുക്കത് ചിലപ്പം സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഫാമിലി അവസ്ഥകൾ കൊണ്ടോ, പാരൻസ് സിംഗിൾ പാരന്റിങ് കൊണ്ടോ, അല്ലെ ഈ പറഞ്ഞ ലോൺലിനെസ് കൊണ്ടോ, അല്ലെ ഫിസിക്കലി അബ്യൂസ്ഡ് ആയതായിരിക്കാം, ട്രോമയായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷെ ഇത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം, അതിനകത്തുനിന്ന് നമ്മൾ ഹീലിംഗ് വാങ്ങിച്ച് ആ പ്രോസസ്സിലേക്ക് വന്നാലുള്ള ഗുണം, നമ്മൾ ഇതിനകത്ത് നല്ല ഇന്റർവെൻഷൻ എടുത്തു. ഇനി നമ്മൾ ഇന്റർവെൻഷൻ എടുത്തുകൊണ്ട് നമ്മൾ ഇനി വേറെ ആരെയും ആ തരത്തിലേക്ക് പ്രശ്നമാക്കുന്നില്ല, നമ്മൾ തന്നെ ആ ഒരു വലിയ ഇതിനകത്ത് വേറൊരു കാര്യം, ഇത് പേരൻസിന്റെ ലെവലിൽ ഒരു കാര്യമുണ്ട്. പിന്നീട് നമ്മളാണെങ്കിൽ ഇൻ കേസ് പേരൻസിന് അങ്ങനെ ഒരു ഇന്റർവെൻഷൻ ചെയ്യാൻ പറ്റിയില്ല, അത് പിന്നീടാണെങ്കിൽ അത് പ്രശ്നമായി മാറി കാണാൻ നമുക്ക്. പക്ഷെ ഒരു പ്രായപൂർത്തി ആകുമ്പോഴും നമ്മളത് ഹോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സംഭവം സംഭവിച്ചത് ആ വ്യക്തിയുടെ പ്രശ്നമല്ല, അത് നടന്നു, അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഹീലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. എനിക്ക് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഹീൽ ചെയ്യപ്പെടണമെന്ന് എനിക്കൊരു ബോധ്യം ഉണ്ടാവണം. അതിനകത്ത് ഞാൻ എന്തെങ്കിലും സ്റ്റെപ്പ് എടുക്കാനുള്ള എനിക്ക് പറ്റാവുന്ന ചെയ്യണം. ഈ മെൽവി പറഞ്ഞതിനോട് ആഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വചനമുണ്ട്. അതായത് അവൻ ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ് വചനം ഉണ്ടല്ലോ. അതായത് കർത്താവിന് സമയകാല വ്യത്യാസമൊന്നുമില്ലല്ലോ. കർത്താവിനെ നമ്മൾ ഓപ്പണായി ഹീലിങ്ങിന് ശ്രമിക്കുകയാണെങ്കിൽ അവന് ഇന്നലകളിലേക്കും നാളുകളിലേക്കും മറ്റന്നാളുകളിലേക്കും 50 വർഷത്തിലേക്കും 20 വർഷത്തിലേക്ക് പുറകോട്ട് പോയി ഉറപ്പായിട്ടും ഈ പേരൻസിന് പറ്റാത്ത ഏരിയ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണ് സഭ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ധ്യാനങ്ങളൊക്കെ സംഘടിപ്പിച്ചിരുന്നത്. ഇതിൻ്റെ ഒരു കൾച്ചർ അങ്ങനെ വരുന്നത്. ശരിക്കൊരു സപ്പോർട്ടിങ് ഫാമിലിക്കുള്ള സപ്പോർട്ടിങ് മെക്കാനിസമാണ് ആനുവൽ റിട്രീറ്റ്സ്. പ്രത്യേകിച്ച് ഈ ഇന്നർ ഹീലിംഗ് റിട്രീറ്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഓപ്പൺ അപ്പ് ആക്കാനും സംസാരിക്കാനും കൗൺസിലിങ്ങിന് പോകാനും കംപ്ലീറ്റ് ഹീൽഡാക്കാൻ പറ്റുന്ന വളരെ മനോഹരമായ ഏരിയകളാണ്. ഹീലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു സ്പിരിച്വൽ പാർട്ട് മാത്രമല്ല, സ്പിരിച്വൽ പാർട്ട് ഈസ് ദെയർ, തീർച്ചയായിട്ടും അത് ഭയങ്കരമായിട്ടും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ചിലർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ എടുക്കേണ്ടവർ അത് എടുക്കുക തന്നെ വേണം. ഞാൻ ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞെത്തിയതാണ്, കുമ്പസാരം മാത്രമല്ല ഈ മാസ്റ്റർബേഷൻ പോലുള്ള സാധനങ്ങൾക്ക് അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ ചെയ്യണം. കാരണം അതൊരു സ്പിരിച്വൽ പാർട്ട് മാത്രമേ ആവുന്നുള്ളൂ. ഇതിന് സൈക്കോളജി ഇൻവോൾവ് ആണ്, ഫിസിയോളജി ഇൻവോൾവ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് നെക്സ്റ്റ് ലെവൽ ഗ്രോത്തിലേക്ക് പോകണമെങ്കിൽ ആ കംപ്ലീറ്റ് ഹീലിംഗ് വരണമെങ്കിൽ ഒരു ഇൻ്റഗ്രൽ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നീഡാണ്. അതുകൊണ്ട് എൻ്റെ അടുക്ക് വരുന്ന പേഴ്സണൽ, ഞാനൊരു തെറപ്പിസ്റ്റ് അല്ല. നമ്മൾ അച്ഛനെന്ന ആൾക്കാർ പ്രാർത്ഥിക്കാൻ പറയാനും ഷെയറിങ്ങിനൊക്കെ വരുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇതെന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല.
ചിലപ്പോൾ ചില കേസൊക്കെ പറയുമ്പോൾ കമ്പൾസീവ് മാസ്റ്റർബേഷൻ നമ്മൾ ഉറപ്പായിട്ട് തെറപ്പി ആവശ്യമാണ്. അത് നമ്മളിങ്ങനെ ഒരാളോട് അക്കൗണ്ടബിൾ ആവുകയാണെങ്കിൽ ഈ പറഞ്ഞ ഒറിജിനൽ വോണ്ടിന്റെ ഏരിയാസ് നമുക്ക് അവരുടെ അടുക്കെ നമുക്കൊന്ന് ഇത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അവിടെ ഹീലിംഗ് വാങ്ങിക്കേണ്ടതും ആ പ്രോസസ്സും ഇപ്പൊ അക്കൗണ്ടബിൾ ആവുന്നതുകൊണ്ട് തന്നെ നമ്മൾ വീണാലും വീണ്ടും പറയുന്നു നമ്മളെ നോൺ ജഡ്ജ്മെന്റലായിട്ട് കേൾക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഹീലിംഗ് പ്രോസസ്സിലൂടെ വൃത്തിയായിട്ട് കടന്നു പോകാനും ആ ഒരു ഹീലിംഗ് കംപ്ലീറ്റ് ആക്കാനും ഈ പറ്റും. ഒരു പാർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒറിജിനൽ വൂണ്ട് തന്ന ആൾക്കാരോട് ക്ഷമിക്കാൻ പറ്റുമെന്നുള്ളത്. കറക്റ്റ്. ഈ ഹീലിംഗ് ബിഗിൻസ് വിത്ത് ഫോർഗിവ്നെസ്. നമുക്ക് അതൊക്കെ തന്നെ ഇതൊക്കെ സംസാരിക്കുമ്പോൾ തന്നെയൊക്കെ പിള്ളേരുടെ റിയാക്ഷൻസ്, പിള്ളേർ മാത്രമല്ല പ്രായമുള്ളവർ പോലും അവരുടെ മുഖമൊക്കെ മാറുന്നതാണ്. അവർ ഒരു ഫസ്റ്റ് ഒറിജിനൽ വൂണ്ട് തന്നവരെ പറ്റിയുള്ള തോട്ട്സ് പോലും ഭീകരമാണ്. അതെ. ഇതിനകത്ത് മറ്റൊരു കാര്യം, ടൈം എന്നൊരു സംഭവമാണ്. മിക്കവരും ഈ ഒരു ഹീലിംഗ് പ്രോസസ്സിൽ കണ്ടിന്യൂ ചെയ്യാതെ പോകുന്നതിന്, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിൽ വിശ്വാസം അർപ്പിക്കാത്തവരെ ചിലർക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഇത് മാറണമെന്ന് ആഗ്രഹം ഉണ്ടാവും, ഇമ്മീഡിയറ്റ് ആയിട്ട്. പക്ഷെ അത് ഒരുപക്ഷെ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡെപ്ത് ഓഫ് സിൻ ദാറ്റ് യു ഹാവ്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് അതിന്റെ വൂണ്ടിന്റെ ആഴം അനുസരിച്ചിരിക്കും ഒരുപക്ഷെ അതിന്റെ ടൈം പ്രോസസ്സ്. ഇപ്പം സെയിന്റ് അഗസ്റ്റിന്റെ കേസിൽ 19 വർഷം പിടിച്ചു. ചിലപ്പം ഒരു കുമ്പസാരത്തിലൂടെ അത് മാറ്റപ്പെടാം. പക്ഷെ ആ പ്രോസസ്സിൽ കർത്താവിനെ വിശ്വസിച്ച് അതിന്റെ കൂടെ നിൽക്കാനുള്ള ഒരു സ്റ്റെപ്പ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ശരിക്കും അടുത്ത സംസാരിക്കുന്ന റെമഡി തന്നെയാണ്. ഒരു ക്ലൂ എന്നാണ് മെൽവിൻ. അതായത് ഇതൊരു ഹാബിച്വൽ സിന്നാണ്. ഹാബിച്വൽ സിൻ ഫോം ത്രൂ ഹാബിറ്റ്. ഒരു വർഷങ്ങൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ ഉണ്ടായ സാധനമാണ്. അതിൽ നിന്ന് കം ഔട്ട് ചെയ്യണമെങ്കിൽ ടൈം വേണം. അത്രയും ടൈം ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് അത്രയും ടൈം തന്നെ ഒരുപക്ഷെ അതിൽ കൂടുതൽ ടൈം വേണ്ടി വരും ആഴോടെ തിരിച്ചു വരാനായിട്ട്. അതുപോലെ തന്നെ എൻ്റെ സിന്നുകൾ ഇവിടെ നിൽപ്പുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഒരു വെർച്യൂസിൻ്റെ വേൾഡ് പൊക്കിക്കൊണ്ട് വരണം. ഒരു ഹബിച്വൽ സിന്ന് പാരലായിട്ട് ഒരു ഹബിച്വൽ വെർച്യൂ ഉയർത്തിക്കൊണ്ടെന്ന് മാത്രമേ എനിക്കൊരു വെൻ്റ് ഔട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ബൈബിളിൽ പറയുന്ന പോലെ ഒരു സ്ത്രീ വീട് അടിച്ചു വാരിയിട്ടിട്ട് അവൾ അതിനകത്തുള്ള അശുദ്ധാത്മാവളെ ഇറക്കി പുറത്തേക്ക് വിട്ടു. അശുദ്ധാത്മാവ് പുറത്തിറങ്ങി പോയിട്ട് കറങ്ങി തിരിച്ചു വന്നിട്ട് ഒരു 6-7 ആശുപത്രികൾ കൂട്ടിക്കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവരെക്കാൾ ശക്തമായി 7 വരെ കൂട്ടി വീട് അടിച്ചു വാരി വൃത്തിയായിട്ടിരിക്കുന്നു. നല്ല സ്പേസ്. അവരവിടെ കയറി സുഖമായി താമസിച്ചു, പെറ്റുപെരുകി. നമ്മൾ ഈ കുമ്പസാരമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഫുള്ളി ഹീൽഡ് ആണ്. നമ്മളുമായ മുടിഞ്ഞ കോൺഫിഡൻസിൽ ഭാരതമാതാ കിച്ചണിൽ ചങ്കി വിരിച്ച് പോവുകയാണ്. നമ്മൾ ഈ മറ്റേ തവള മറ്റേ NH-47 തവള ഈ മഴക്കാലത്ത് കയറിയിരിക്കുന്ന പോലെ വലിയ ടാങ്കർ ലോറിയുടെയൊക്കെ മുമ്പിൽ തവള ഇങ്ങനെ ഞാനിപ്പോൾ കാണിച്ചിട്ട് നിൽക്കുക. അതുപോലെയാണ് ഈ കുമ്പസാരമൊക്കെ നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. നമ്മളെ കുമ്പസാരത്തിൻ്റെ ഗ്രേസിൽ നമ്മളുടെ കോൺട്രിബ്യൂഷൻ കൊടുത്ത് നമ്മളുടെ ഹബിച്വൽ വെർച്യൂ വളർത്താൻ ശ്രമിക്കുന്നില്ലെങ്കിൽ അട്ടർ ഫെയിലിയർ ആണ്. അതുകൊണ്ടാണ് ഈ കാർഡിനൽ സിൻസ് വേഴ്സസ് കാർഡിനൽ വെർച്യൂസ് വെച്ചേക്കുന്നത്. കാർഡിനൽ സിൻസ് പ്ലീസ് ഏതൊക്കെയായിരുന്നു? നിഗളം വെളിമ, ദ്രവ്യാഗ്രഹം, ഔദാര്യം, മോഹമടക്കം. ഇത് നമ്മുടെ ഈ മോഹമടക്കം ഡയറക്ട്ലി നമ്മുടെ ഈ ടോപ്പിക്. മോഹം എന്നൊരു പാപം എന്നിൽ വളർന്ന് ഇങ്ങനെ പെറ്റുവരെങ്കിൽ അടക്കം ലേറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, അത് സ്ലോ ആയിട്ട് എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള അബ്സ്റ്റിനൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള സാധനം. ഇപ്പോൾ നമ്മൾ അച്ഛൻ ഈ ഹാബിറ്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴേക്കൊണ്ടല്ലോ, തീർച്ചയായിട്ടും ഈ അഡിക്ഷൻ ഡെവലപ്പ് ആവുന്നത് ഹാബിറ്റ്സിലൂടെയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഫിസിയോളജി പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ബ്രെയിനിലാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒരു പരിധി നടക്കുന്നത്. ഇപ്പോൾ ഡോപ്പമീൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്. ബ്രെയിൻ ഒരു റിവാർഡ് സെന്റർ ഉണ്ട് നമ്മുടെ ബ്രെയിനിൽ. അപ്പൊ നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും, നമുക്ക് സന്തോഷമുള്ള കാര്യം ആയിക്കോട്ടെ, ഇപ്പൊ ഒരാൾ നമ്മൾ കമന്റ് ചെയ്താൽ നമുക്കൊരു മോട്ടിവേഷൻ പലപ്പോഴും കിട്ടും. അതെ, ഇതെല്ലാം ഈ ഡോപ്പമീൻ്റെ ഒരു കളിയാണ്. ഇറ്റ്സ് ഒരു പ്ലഷർ ഗിവിംഗ് ഹോർമോൺ. അപ്പൊ നമ്മളിപ്പോ നമ്മൾ നേരത്തെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ നമ്മൾ ചില നോവലും കാര്യങ്ങളും വായിക്കുമ്പോഴേക്കും നമുക്ക് തന്നെ ഒരു ഗുളുകൊക്കെ ചിലപ്പോൾ വരാറുണ്ട്. പക്ഷേ ഈ ഒരു കിക്ക്, ഈ ഡോപ്പമീൻ തരുന്നൊരു കിക്ക്, അതാണ് പിന്നെയും ഈ കാര്യങ്ങളിൽ ഏർപ്പെടാൻ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഡോപ്പമീൻ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ബ്രെയിനിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 0.5 milligrams ഡോപ്പമീൻ ബ്രെയിനിൽ റിലീസായി, അത് നമ്മുടെ റിവാർഡ് സെന്ററിൽ ചെല്ലുന്നു. അവിടെ നിന്ന് നമുക്ക് ആ ഒരു പ്ലഷർ കിട്ടുന്നു. പയ്യെ കുറച്ച് കഴിയുമ്പോഴേക്കും ദ ബ്രെയിൻ ഇസ് ഗെറ്റിംഗ് യൂസ് ടു ദാറ്റ് എമൗണ്ട്. പിന്നീട് ആ എമൗണ്ടിന് ആദ്യം തന്നിരുന്ന പ്ലഷർ തരാൻ പറ്റത്തില്ല. അതായത് ബ്രെയിനിൽ ഒരു ത്രഷോൾഡ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക. അതിൽ കൂടുതൽ വന്നാലേ പിന്നീട് ഈ സാധനം നമുക്ക് ആ ഉദ്ദേശിച്ച കിക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ 0.5 milligrams എന്നുള്ളത് പിന്നീട് നമ്മൾ ഒരു 10 മിനിറ്റ് ഒരു സാധനം ചെയ്തു, അല്ലെങ്കിൽ ഒരു പോൺ വീഡിയോ 10 മിനിറ്റത്തേക്ക് കണ്ടു, പിന്നീട് 10 മിനിറ്റ് കണ്ടാൽ പോരാ, അല്ലെങ്കിൽ ആ അത്രയും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കാര്യം കണ്ടാൽ പോരാ, പിന്നീട് അവൻ അടുത്ത ലെവലോട്ട് കയറണം. ഈ അഡിക്ഷൻസ് എല്ലാം ഒരു പരിധിയിൽ സെയിം ആയി. ഈ നല്ല ഹാബിറ്റ് ആണെങ്കിലും മോശം ഹാബിറ്റ്സ് ആണെങ്കിലും അതൊരു കോമ്പൗണ്ടിങ് എഫക്റ്റാണ്. അപ്പൊ നല്ല ഹാബിറ്റ്സ് ആണെങ്കിൽ അത് കോമ്പൗണ്ട് ചെയ്ത് നമ്മളെ വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആക്കുകയും ചെയ്യും. മോശം ഹാബിറ്റ്സ് ആണെങ്കിൽ നമ്മളെ എത്രത്തോളം ഇല്ലാണ്ടാക്കുന്നു അത്രത്തോളം ഇല്ലാണ്ടാക്കും. നമുക്കപ്പോ ഇതിന് പാരലായിട്ട് വളർത്തുന്ന ഹാബിറ്റ് ഏതാ നമുക്ക് പറയാമോ? തീർച്ചയായിട്ടും. എന്തൊക്കെ ഹാബിറ്റ്സുകൾ നമുക്ക് ഇതിന് പാരലായിട്ട് ഇതെന്താ അഡിക്ഷൻ വന്ന ഒരാൾക്ക് എങ്ങനെ ഇത് കം ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഹാബിറ്റ്സ്? ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ലേറ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, എനിക്ക് തോന്നുന്നു കുറച്ചു നേരം എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പലപ്പോഴും ഞാൻ
മനസ്സിലാക്കിയുള്ള ഒരു കാര്യം, ഇപ്പൊ നമ്മൾ ഏകാന്തമായിട്ടിരിക്കുമ്പോൾ മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ ഇപ്പൊ പോണോഗ്രഫി വാട്ട് എവർ ഇറ്റ് ഇസ്, ഒറ്റയ്ക്കിരിക്കുമ്പോൾ മറ്റൊന്നും ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്നാ എന്തെങ്കിലും നമുക്ക് നോക്കിയേക്കാം എന്ന് തോന്നുന്ന സമയത്താണ് പലപ്പോഴും ഇതിൽ ഇൻവോൾവ് ആവുന്നത്. ഈ ലേറ്റന്റ് ഗ്രാറ്റിഫാക്ഷൻ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് വേണമെങ്കിൽ ഒന്നും പറയാം, വേണ്ട വേറെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കാം. അതായത് മേ ബി ഒന്ന് ഓടാൻ പോകുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആളെ സംസാരിക്കാനായിട്ട് ഒരു കൂട്ടുകാരനെ വിളിക്കുന്നതോ അങ്ങനെ വല്ലതും ചെയ്യുവാണെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ മാറ്റിക്കളയുക. ഐ മീൻ ലേറ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ അങ്ങനെ അല്ലെങ്കിൽ പോലും സിമ്പിൾ ടൈംസ് പറഞ്ഞാൽ നമ്മുടെ കൊച്ചു രഹസ്യം പറഞ്ഞാൽ എനിക്കൊരു മുട്ട കഴിക്കാൻ തോന്നുന്നു, കറിയിൽ 5-6 എനിക്ക് ഭക്ഷണത്തോടെ 3-4 കറികൾ ഇരിപ്പുണ്ട്, മീൻ വറുത്ത് ഇരിപ്പുണ്ട്, മുട്ട ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഇന്ന് എനിക്ക് മുട്ട വേണ്ട, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് 5 ഇപ്പം ചായ എടുത്ത് വെച്ച് ഇപ്പം ചായ വേണ്ട, കുറച്ച് കഴിഞ്ഞ് കുടിക്കാം. ഇതാണ് സിമ്പിൾ ഗ്രാറ്റിഫിക്കേഷൻ. ലേറ്റ് ആക്കി കളയും നമ്മൾ, ഇച്ചിരി ലേറ്റ് ആക്കുന്നു. തെറ്റായത് കൊണ്ടല്ല, ടു ഗെറ്റ് സെൽഫ് കൺട്രോൾ. അത് എന്നിലൂടെയാണ് എൻ്റെ ചുറ്റിനുമുള്ള ആൾക്കാരെ എല്ലാം നശിക്കാനുള്ള ചാൻസസ് ഉള്ളത്. എനിക്കൊരു അഡിക്ഷൻ ഉണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ ഇറ്റ് ഹാസ് എ സോഷ്യൽ എഫക്ട്. നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്ന പല കാര്യത്തിനും സോഷ്യൽ എഫക്റ്റ് ഉള്ളതുപോലെ എന്നിലൂടെ ആയിരിക്കും എൻ്റെ വൈഫ്, എൻ്റെ ചിൽഡ്രൻ, എൻ്റെ പേരൻസ്, എൻ്റെ ഫ്രണ്ട്സ്, ഇവരെല്ലാം അഫക്റ്റ് ചെയ്യുകയും അവരുടെ ജീവിതത്തെയും അവരുടെ സന്തോഷത്തെ എല്ലാം എടുത്തു കളയുന്നു. അപ്പോൾ എൻ്റെ വൈഫിന് വേണ്ടി, എൻ്റെ ഭാവി വധുവിന് വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ പേരൻസിന് വേണ്ടി, എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാനത് വേണ്ടാന്ന് വെക്കുകയും അങ്ങനെ ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ഉണ്ടെങ്കിൽ അത് ഒരു വേറെ ഡോപ്പമൈനാണ്. ഇപ്പം മെൽവിൻ പറഞ്ഞ ശരിക്കും പറയാം, നമ്മളൊരു ലോങ് ടേം ആയിട്ടുള്ള ഒരു വിഷൻ അല്ലെങ്കിൽ ലോങ് ടേം ഒരു ഗോള് കാണാൻ പറ്റുന്നത് കൊണ്ടാണ് ആ ഒരു ലെവലില് മെൽവിൻ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഈ ഒരു ഭീകരാവസ്ഥ എന്താ, നമുക്ക് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ചുമ്മാ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡോപ്പമൈൻ ബേസ് ലൈനിൽ നിന്ന് താഴെ പോകുന്നത് നമ്മളെ കൂടുതൽ ഡിപ്രസ്ഡ് ആക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരാഴ്ച കണ്ടുകൊണ്ടിരുന്ന സെയിം സാധനം നമുക്ക് പിന്നീട് നമുക്കൊരു സെക്ഷൽ ഒരു സ്റ്റിമുലേഷൻ വരുന്നില്ല. അപ്പൊ നമുക്ക് കൂടുതൽ കണ്ടന്റ് എന്നുള്ളൊരു സംഭവം. ഇനി നമ്മൾ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കിനും ശരിക്കും നമുക്ക് സംഭവിക്കുന്നത് ഈ ഡോപ്പമൈൻ്റെ ബേസ് ലൈൻ സെറ്റ് ആവുന്നു. നമ്മൾ ചിലരൊക്കെ പറയുന്നത് വിൽ പവർ കൂടും, നമ്മൾ ഭയങ്കര സംഭവം ഇങ്ങനത്തെ കുറെ കാണുന്നു ചെയ്യുന്നതൊക്കെ ചെയ്യും, അതാണ് നമ്മളുടെ ഒരു വലിയ ഹീറോയിസം അല്ലെങ്കിൽ വിൽ പവർ എന്ന് പറയുന്നത്. പക്ഷേ ആക്ച്വലി ഈ ഡോപ്പമൈൻ ബേസ് ലൈൻ സെറ്റാക്കുന്നത് ഈ ഒരു വിൽ പവർ കൂട്ടുന്ന പരിപാടിയാണ്. ശരിക്കും നമ്മൾ കുറച്ച് നേരം ഒന്ന് പോസ് ആയിട്ടിരിക്കുക, ഒന്നും മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ഒരു നേച്ചർ വോക്ക് നടത്തുക, അല്ലെങ്കിൽ നല്ലൊരു മൂവി നമ്മുടെ കൂട്ടുകാരുമായിട്ട് നമ്മൾ പോയി കാണുക, നമുക്ക് ഒരു പത്രം വായിക്കുക, അല്ലെങ്കിൽ ബുക്ക് വായിക്കുക. ഇപ്പൊ ആറ്റമിക് ഹാബിറ്റ്സിനെ പറ്റിയൊക്കെ പറഞ്ഞാൽ അവർ 1% ഒരു ദിവസമാണെങ്കിൽ 37 മടങ്ങാണ് ഒരു വർഷം കൊണ്ട് നിനക്ക് ചേഞ്ച്. 37 ടൈംസ് അത് റെഡി ആവുകയാണ്. അപ്പം ചെറുതാണെന്ന് വിചാരിക്കരുത്, പക്ഷെ ചെറുത് നീ ദിവസം ദിവസം ചെയ്താൽ വലിയ വ്യത്യാസമായിരിക്കും ഉണ്ടാവുന്നത്. ചെറിയ കാര്യങ്ങളിൽ മനസ്സുടക്കരുത്, മുന്നിൽ വലിയൊരു ലോകമുണ്ട്. ഒരു വലിയ പ്രധാനപ്പെട്ട എൻ്റെ വൊക്കേഷൻ, എൻ്റെ ഫാമിലി, എൻ്റെ ഫ്യൂച്ചർ. നമ്മൾ ഈ കുഞ്ഞ് ഈ പൊട്ടാസ് ചുമ്മാ നമ്മളതിന് പറഞ്ഞ ഓലപ്പടക്കം സാധനത്തിലൊക്കെ വീണ് മരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് സംസാരിച്ച മുഴുവൻ മാസ്റ്റുർബേഷൻ എന്നൊരു തെറ്റിൽ അല്ലെങ്കിൽ ഒരു അഡിക്ഷനിൽ പെട്ട ആൾക്ക് എങ്ങനെ കമ്മൗട്ട് ചെയ്യാനുള്ള റെമഡീസിനെ പറ്റിയാണ്. ഒരു ഡോർവേ കാണിച്ചു തരുവാണ്. പല ഡോർവേകൾ നമ്മൾ ലേറ്റ് ഗ്രാറ്റിഫിക്കേഷൻ കാണിച്ചു തന്നു, അല്ലെങ്കിൽ ന്യൂ ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അതിൽ മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമുക്ക് അത് പറഞ്ഞ് അവസാനിപ്പിക്കാം, ഹൈലൈറ്റ് ചെയ്തുകൊണ്ട്. ന്യൂ ഹാബിറ്റ്സ്, നമുക്ക് തെറ്റ് പറ്റി, നമ്മൾ തെറ്റിൽ കണ്ടിന്യൂ ചെയ്തു, അത് നമുക്ക് ഹാബിറ്റായി, അതിൽ കമ്മൗട്ട് ചെയ്യണമെങ്കിൽ ഒരു പുതിയ ഹാബിറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അത് ഒട്ടും സുഖകരമായിരിക്കത്തില്ല. നമുക്ക് കിട്ടിയേക്കുന്ന ഒരു ഈവിൾ ഹാബിറ്റ് തന്നേക്കുന്ന ഒരു സുഖവും ഒരു പ്ലഷറും ഒന്നും നമുക്ക് തരത്തില്ല. കുറച്ച് മുമ്പോട്ട് നോക്കാൻ പറ്റണം. ഇന്നത്തെ സുഖവും നാളത്തെ സുഖവും അല്ലാതെ മുൻപിൽ എനിക്ക് വരാൻ പോകുന്ന വലിയൊരു കാലത്തേക്കും, പിന്നെ വൈ ഐ ആം ക്രിയേറ്റഡ്, ഞാൻ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു, ഞാൻ എന്തിനു വേണ്ടി ഭൂമിയിൽ ജീവിക്കുന്നു, എന്താണ് എൻ്റെ ലൈഫിൻ്റെ പർപ്പസ്. ഇതുപോലുള്ള വലിയ വലിയ കാര്യങ്ങളിൽ ഒരല്പം ചിന്ത വെച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ പാപം തരുന്ന ചെറിയ സാധനത്തെ അവോയ്ഡ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഏത് പാപത്തിലാണ്, ഇപ്പോൾ ലസ്റ്റ്, അതായത് നമുക്ക് മോഹം എന്ന പാപം, അതിന് പാരലായിട്ട് വെറിച്ച് കണ്ടുപിടിക്കണം. ഇപ്പോൾ മോഹം എന്ന പാപത്തിന് അടക്കം തന്നെയാണ്. അടക്കം ഞാൻ പല കാര്യങ്ങളും, എൻ്റെ കണ്ണടക്കം പാലിക്കേണ്ടി വരും, എൻ്റെ നാവിൻ്റെ അടക്കം പാലിക്കേണ്ടി വരും, എൻ്റെ ചിന്തകളുടെ അടക്കം പാലിക്കേണ്ടി വരും, എൻ്റെ ഹൃദയത്തിൻ്റെ അടക്കം പാലിക്കേണ്ടി വരും. ഈവൻ ഞാനൊരു ഇടുന്ന ഡ്രസ്സുകളുടെ പോലും ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ പല ഏരിയകളിൽ ഞാൻ എന്നെ തന്നെ കട്ട് ചെയ്ത് ഒന്ന് റൂം ചെയ്ത് നിർത്തിയാൽ മാത്രമേ എനിക്ക് മുൻപോട്ടൊരു ഹോളിസ്റ്റിക് ആയിട്ട് വളരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊരു നല്ലൊരു ഹോളി ഹാബിറ്റാണ്. ഒരു കൗണ്ടർ സ്പിരിച്വൽ ഹാബിറ്റ് വളർത്തിയെടുക്കുക. ഹോളി ഹാബിറ്റ്സ് പറഞ്ഞാൽ ലിസ്റ്റ് ഓഫ് സാധനം നിങ്ങൾക്ക് കിട്ടും. വചനം പഠിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ സെയിൻസിൻ്റെ കമ്പനി സ്വീകരിക്കുന്നതായിരിക്കാം, റെഗുലർ കൺഫെഷൻ ആയിരിക്കാം, സ്പിരിച്വൽ, ഇതെല്ലാം തരുന്നത് ഒരു ഹോളി ഹാബിറ്റ് ഫോം ചെയ്യണം. തുടർച്ചയായിട്ട് ചെയ്ത് ഒരു വിശുദ്ധിയുടെ മറ്റൊരു സ്റ്റേജിലേക്ക് വളരാൻ സാധിക്കട്ടെ. അപ്പോൾ അങ്ങനെ മാത്രമേ നമുക്ക് ഈ പാപത്തിൽ നിന്ന് കമ്മൗട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കൊരു നിമിഷം ആ ഒരു മേഖലകളെ സമർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളിന്ന് സംസാരിച്ച ഈ മാസ്റ്റുർബേഷൻ എന്ന ഒരു ഹബിച്വൽ ഈവിൾ
ഒത്തിരി തലമുറയെ നശിപ്പിക്കുന്ന, അവരുടെ കോൺഫിഡൻസ് കളയുന്ന, നീ കൊടുത്ത വലിയൊരു പർപ്പസ് ഓഫ് ലൈഫ് തന്നെ മാറ്റിക്കളയുന്ന, അവരുടെ ജീവിത വിളിയത്തിനെ തകർത്ത് കളയുന്ന, അവരുടെ പഠനത്തെ, ജോലിയെ, കുടുംബത്തെയൊക്കെ തകർത്ത് കളയുന്ന ആ ഈവിളിനെ നിന്റെ തിരുക്കുരിശിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ തിരുക്കുരിശിലേക്ക് ആട്ടിപ്പായിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള പാപത്തിൽപ്പെട്ടിരിക്കുന്ന മക്കളൊക്കെ ഈ ഒരു രാത്രിയിൽ ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാനെ, അവരുടെ ശരീരത്തിൽ, അവരുടെ ആത്മാവിൽ, അവരുടെ മനസ്സിൽ വലിയ വിടുതലുണ്ടാവട്ടെ. പരിശുദ്ധമ്മേ മാതാവേ, വിശുദ്ധ ഔസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചലം ടിവിയുടെ ഒരു യൂത്ത് സ്പെഷ്യൽ പ്രോഗ്രാം ടേണിംഗ് പോയിന്റ്